ന്യായാധിപന്മാരുടെ പുസ്തകത്തിലുള്ള വായന 19-ാം അധ്യായം 1 മുതൽ 30 വരെ വാക്യങ്ങൾ. ഗിബെയക്കാരുടെ മ്ലേച്ഛത. ഇസ്രായേൽ രാജവാഴ്ച ഇല്ലാതായിരുന്ന അക്കാലത്ത് എഫ്രയീം മലനാട്ടിൽ ഉൾപ്രദേശങ്ങളിൽ വന്നു താമസിച്ചിരുന്ന ഒരു ലേവ്യൻ യൂദയിലെ ഒരു ബെത്ലഹേംകാരിയെ ഉപനാരിയായി സ്വീകരിച്ചു. അവൾ അവനോട് പിണങ്ങി യൂദയിലെ ബെത്ലഹേമിലുള്ള തന്റെ പിതാവിന്റെ ഭവനത്തിലേക്ക് തിരികെ പോയി. ഏകദേശം 4 മാസം താമസിച്ചു. അപ്പോൾ അനുനയം പറഞ്ഞ് അവളെ തിരികെ കൊണ്ടുവരാൻ ഭർത്താവ് ഇറങ്ങിത്തിരിച്ചു. 2 കഴുതകളെയും അവൻ കൊണ്ടുപോയി. അവൻ അവളുടെ പിതാവിന്റെ ഭവനത്തിലെത്തി. യൂദയുടെ പിതാവ് അവനെ സന്തോഷത്തോടെ സ്വീകരിച്ചു. അവിടെ താമസിക്കാൻ അമ്മായിപ്പൻ നിർബന്ധിച്ചു. 3 ദിവസം അവൻ അവിടെ താമസിച്ചു. 4-ാം ദിവസം പ്രഭാതത്തിൽ അവർ എഴുന്നേറ്റ് അവൻ യാത്രയ്ക്കൊരുങ്ങി. എന്നാൽ യുവതിയുടെ പിതാവ് അവനോട് പറഞ്ഞു, അല്പാഹാരം കഴിച്ച് ക്ഷീണം തീർത്തു പോകാം. അങ്ങനെ അവർ 2 പേരും ഒരുമിച്ചിരുന്ന് തിന്നുകയും കുടിക്കുകയും ചെയ്തു. യുവതിയുടെ പിതാവ് പറഞ്ഞു, രാത്രി ഇവിടെ കഴിക്കുക, നിന്റെ ഹൃദയം സന്തുഷ്ടമാകട്ടെ. അവൻ പോകാൻ എഴുന്നേറ്റെങ്കിലും അമ്മായിപ്പന്റെ നിർബന്ധം കൊണ്ട് വീണ്ടും അവിടെ താമസിച്ചു. 5-ാം ദിവസം അതിരാവിലെ പോകാൻ അവൻ തയ്യാറായി. അപ്പോഴും യുവതിയുടെ പിതാവ് പറഞ്ഞു, ഭക്ഷണം കഴിച്ച് ക്ഷീണം മാറ്റൂ. അങ്ങനെ അവർ ഒന്നിച്ചു ഭക്ഷണം കഴിച്ചു. ലേവ്യനും അവന്റെ ഉപനാരിയും വേലക്കാരനും പോകാൻ തയ്യാറായി. അപ്പോൾ അവന്റെ അമ്മായിപ്പൻ പറഞ്ഞു, ഇതാ നേരം വൈകി, രാത്രി ഇവിടെ താമസിക്കുക, ഇവിടെ താമസിച്ച് ആഹ്ലാദിക്കുക. നാളെ അതിരാവിലെ എഴുന്നേറ്റു വീട്ടിലേക്ക് പോകാം. എന്നാൽ ആ രാത്രി അവിടെ പാർക്കാൻ അവൻ തയ്യാറായില്ല. അപ്പോൾ തന്നെ പുറപ്പെട്ടു. ജംബൂസിന് ജെറുസലേമിൽ നിന്ന് എതിർഭാഗത്തെത്തി. ഉപനാരിയും ജീനിട്ട 2 കഴുതകളും കൂടെ ഉണ്ടായിരുന്നു. അവർ ജംബൂസിന്റെ അടുത്തെത്തിയപ്പോൾ നേരം വളരെ വൈകിയിരുന്നു. ഭൃത്യൻ യജമാനോട് പറഞ്ഞു, നമുക്ക് ജംബൂസരിയുടെ ഈ പട്ടണത്തിൽ രാത്രി ചെലവഴിക്കാം. അവന്റെ യജമാനൻ പറഞ്ഞു, ഇസ്രായേലരുടെ അല്ലാത്ത അന്യനഗരത്തിൽ നാം പ്രവേശിക്കരുത്. നമുക്ക് ഗിബെയയിലേക്ക് പോകാം. അവൻ തുടർന്നു, നമുക്ക് ഈ കാണുന്ന സ്ഥലങ്ങളിൽ ഒന്നിലേക്ക് പോകാം. ഗിബെയയിലോ റാമായിലോ രാത്രി കഴിക്കാം. അവർ യാത്ര തുടർന്നു. ബെഞ്ചമിൻ ഗോത്രക്കാരുടെ പട്ടണമായ ഗിബെയയിൽ എത്തിയപ്പോൾ സൂര്യൻ അസ്തമിച്ചു. അവർ ഗിബെയയിൽ രാത്രി ചെലവഴിക്കാൻ ചെന്നു. അവൻ നഗരത്തിൽ തുറസായ സ്ഥലത്തിരുന്ന്, കാരണം ഒരു മനുഷ്യനും രാത്രി കഴിക്കുന്നതിന് അവരെ സ്വാഗതം ചെയ്തില്ല. അപ്പോൾ അതാ ഒരു വൃദ്ധൻ വയലിലെ വേല കഴിഞ്ഞ് മടങ്ങി വരുന്നു. അവൻ എഫ്രയീം മലനാട്ടുകാരനും ഗിബെയയിൽ വന്നു താമസിക്കുന്നവനുമായിരുന്നു. സ്ഥലവാസികൾ ബെഞ്ചമിൻ ഗോത്രക്കാർ ആയിരുന്നു. അവർ കണ്ണുയർത്തി നോക്കിയപ്പോൾ പൊതുസ്ഥലത്തിരുന്ന വഴിയാത്രക്കാരനെ കണ്ടു. അവൻ ചോദിച്ചു, നീ എവിടെ പോകുന്നു? എവിടെ നിന്ന് വരുന്നു? അവൻ പറഞ്ഞു, യൂദയിൽ ബെത്ലഹേമിൽ നിന്ന് എഫ്രയീം മലനാട്ടിലെ ഉൾപ്രദേശത്തേക്ക് പോവുകയാണ് ഞങ്ങൾ. ഞാൻ ആ ദേശക്കാരനാണ്. ഞാൻ യൂദയിലെ ബെത്ലഹേമിൽ പോയതാണ്. ഇപ്പോൾ എൻ്റെ വീട്ടിലേക്ക് മടങ്ങുന്നു. ആരും എനിക്ക് അഭയം തരുന്നില്ല. കഴുതകൾക്ക് വേണ്ട പുല്ലും വൈക്കോലും ഈ ദാസനും ദാസിക്കും